ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് തേങ്ങാപ്പാൽ മുക്കിയ പത്തലും അതുപോലെ തന്നെ ഒരു മസാലക്കറിയുമാണ്. നല്ല ടേസ്റ്റിയായ മസാലക്കറിയുമാണ്. ആദ്യം തന്നെ കറിക്ക് വീഴുന്ന കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തു. സ്റ്റവ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു. 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതെല്ലാം പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. അതെല്ലാം ഒന്നുകൂടി വഴന്നു വന്നപ്പോൾ നിങ്ങൾ എത്രയാണോ കഷ്ണം എടുക്കുന്നത് അതിന് കണക്കായ മസാലപ്പൊടികളാണ് എടുക്കേണ്ടത്. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ബീഫ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കണം. അത് ചെറുതായെന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു. കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ തന്നെ പത്തൽ കുഴച്ചെടുത്തു. പത്തലിൻ്റെ പൊടിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിലാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുത്തത്. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചു. തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങ ചിരവി ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് പാലെടുത്തു. അരി കുഴച്ചെടുക്കുമ്പോൾ 2-3 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പത്തൽ ഓരോന്നായി ചുട്ടെടുക്കാൻ തുടങ്ങി. 4-5 ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പത്തൽ ചുട്ടെടുത്തു. ഇതേപോലെ തേങ്ങാപ്പാൽ മുക്കിയെടുത്തു. ഇതേപോലെയുള്ള പത്തൽ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അധികം ഇതേപോലത്തെ പത്തൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിറകടുപ്പിലാണ് ചോറുണ്ടാക്കിയത്. ആ വീഡിയോ ഇതിലില്ല. പിന്നെ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത്. ആവോലി മീനാണ് കിട്ടിയത്. മീൻ വാഷ് ചെയ്ത് ആദ്യം തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അതിനിടയിൽ തന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തു. അതെല്ലാം കട്ട് ചെയ്തെടുത്തു. മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കിയത്. ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടു. അതിനുശേഷം അത് ചെറുതായൊന്ന് മൂത്ത് വന്നപ്പോൾ പച്ചമുളക്, സവാള, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തു. അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കിയത്. കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. അങ്ങനെ തേങ്ങ അരച്ചതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കറി പാകമായി വരുമ്പോഴേക്ക് തന്നെ കൈപ്പക്കത്തോരനാണ് ഉണ്ടാക്കിയത്. ആ വീഡിയോ ഇതിലില്ല. കൈപ്പക്കത്തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കറിയൊന്ന് കുറുകി വന്നപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. ഫിഷ് ഫ്രൈയും ഉണ്ടാക്കി. ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. കൊച്ചുമക്കൾക്ക് മോര് വേണമെന്ന് പറഞ്ഞ് അവർക്ക് മോരുണ്ടാക്കി കൊടുത്തു. അവർക്ക് മോര് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് മോരും ഉണ്ടാക്കി കൊടുത്തു.